ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ലൈഫ് സ്റ്റൈൽ ബി മാലവിക. അപ്പോൾ കുറേ നാളായാലും നമ്മൾ ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഞാൻ വിചാരിച്ചു ഇന്നത്തെ എൻ്റെ ഒരു 5th മന്ത് സ്കാനിങ് റിപ്പോർട്ട് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്. പിന്നെ രണ്ട് ഡൗട്ട്സുകൾ എൻ്റെ ഫ്രണ്ട്സ് ചോദിച്ചിട്ടുണ്ട്. കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഒന്ന് ക്ലിയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ഫയല്. എനിക്കിപ്പോൾ സെക്കൻഡ് സെമിസ്റ്ററാണ്, അതായത് 5ാം മാസം റണ്ണിങ് ആണ്. ഇന്നലെ ബുധനാഴ്ച, ഇന്നലെ എനിക്ക് 21 വീക്ക് ആയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇന്നലെ എനിക്ക് 21 വീക്കാണ്. 20ാം വീക്കിൽ, അതായത് 20 വീക്കിലാണ് എനിക്ക് അനോമലി സ്കാൻ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ചെയ്യാൻ പറഞ്ഞിട്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ അനോമലി സ്കാൻ കഴിഞ്ഞ് പിറ്റേ ദിവസമൊക്കെ റിപ്പോർട്ട് വീഡിയോ ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇത്തിരി ഡിലേ ആയി. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ സ്കാനിങ് റിപ്പോർട്ട്. 5ാം മാസത്തിലെ അനോമലി സ്കാനിങ് റിപ്പോർട്ടാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെ കാണുമ്പോൾ തല തിരിച്ചിട്ടാവും കാണാം. ഞാൻ ക്ലിയറായിട്ട് ലാസ്റ്റ് വീഡിയോ എടുക്കാം കേട്ടോ. അപ്പോൾ സെക്കൻഡ് ട്രൈമസ്റ്ററാണ്. അതുപോലെ തന്നെ എൻ്റെ കറക്റ്റ് EDD വരുന്നത് 21/12/2025. അതായത് ഇതിൽ കറക്റ്റ് എൻ്റെ ഡെലിവറി ടൈം കൊടുത്തേക്കണത് 21-ാം തീയതി, അതായത് ഡിസംബർ 21-ാം തീയതിയാണ്. പക്ഷെ അങ്ങനെ നോക്കുകയാണെങ്കിൽ എന്തായാലും ആ ടൈമിലാവില്ല, അതിന് മുൻപാവാൻ ചാൻസ്. കാരണം എനിക്കൊന്നാമത്തത് ബബ്ലൂസിൻ്റെ C-സെക്ഷൻ ആയിരുന്നു. അപ്പോൾ ഇതും C-സെക്ഷൻ ആവും. അപ്പോൾ 37 വീക്ക് കഴിഞ്ഞാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഗ്രോത്തൊക്കെ ഉണ്ടെങ്കിൽ എപ്പോൾ നമുക്ക് കുട്ടീനെ പുറത്തെടുക്കാമല്ലോ, C-സെക്ഷൻ. അപ്പോൾ അതുകൊണ്ട് അതിൽ ഞാൻ പ്രതീക്ഷിച്ചിരിക്കണില്ല. പിന്നെ വരുന്നത് പിന്നെ നമുക്ക് വന്നിട്ടുള്ള റിപ്പോർട്ടിൽ 17-ാം തീയതിയാണ് കൊടുത്തേക്കുന്നത്, ഡിസംബർ 17-ാം തീയതി. അതൊക്കെ വേണമെങ്കിൽ പിന്നെ നമുക്ക് പോസിബിളായിട്ട് എടുക്കാവുന്ന ഡേറ്റാണ്. അതിന് മുമ്പും ഞാൻ പ്രതീക്ഷിച്ചിരിക്കുന്നു. അപ്പോൾ 17-ാം തീയതിയാണ് കേട്ടോ. അപ്പോൾ കറൻ്റ്ലി എന്താ പറയുക, ഡെലിവറി ടൈം എന്ന് പറയുന്നത് ഡിസംബർ 17-ാം തീയതിയാണ്. അതിന് മുമ്പ് ആവാനുള്ള ചാൻസ് കൂടുതൽ. പിന്നെ എൻ്റെ സെർവിക്കൽ ലെങ്ത് മെഷർമെൻറ്റൊക്കെ നോർമലാണ്, 3.0. പിന്നെ എനിക്ക് ഇതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല. ബബ്ലൂസിൻ്റെ നമ്മളിപ്പോൾ ബബ്ലൂസിന് ഇപ്പോൾ അവനിപ്പോൾ 4.5 വയസ്സാണ്. ഇപ്പോൾ ഒരു 5-4.5 ആ ഒരു ഗ്യാപ്പ് ഉണ്ട് സെക്കൻഡ് ബേബി ആയിട്ട്. അപ്പോൾ നമുക്ക് ആ ബബ്ലൂസിൻ്റെ റിപ്പോർട്ടിൻ്റെ എൻ്റെ മൈൻഡിൽ ഇപ്പോൾ ക്ലിയർ ആയിട്ടില്ല. ഞാനതൊക്കെ വെച്ച് കമ്പയർ ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷേ റിപ്പോർട്ടൊന്നും തപ്പിയില്ല, കിട്ടിയില്ല. പിന്നെ ക്ലിയർ ആയിട്ടും എൻ്റെ ഓർമ്മയിലില്ല കേട്ടോ. അല്ലെങ്കിൽ ഞാനത് വെച്ച് കമ്പയർ ചെയ്തിട്ട് നോക്കിയാൽ. പിന്നെ എൻ്റെ പ്ലസൻ്റെ ആൻറ്റിയിലാണ്, മിഡിലാണെന്ന് കേട്ടോ കാണിച്ചേക്കണത്. പിന്നെ ഹാർട്ട് ബീറ്റൊക്കെ നോർമലാണ്. പിന്നെ ബേബീൻ്റെ ഹെഡ്, നെക്ക്, സ്പെയിൻ, ഫേസ്, ഹാർട്ടൊക്കെ നോർമലാണ്. വേറെ രീതിക്ക് എനിക്ക് എന്താ പറയുക, എന്നെ സങ്കടപ്പെടുത്തിയിട്ടില്ല. അതുപോലെ സ്കാനിങ്ങിൽ നമ്മൾ സ്കാനിങ് റൂമിൽ കയറുമ്പോഴും ചില വീഡിയോസിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, കുട്ടി ഇങ്ങനെ നല്ല രീതിക്ക് എന്താ പറയുക, നല്ല രീതിക്ക് വന്നില്ലെങ്കിൽ പൊസിഷൻ കറക്റ്റായി വീണ്ടും ചെയ്യണം, പിന്നെ ഇത്തിരി ഇടവേളയിട്ട് ചെയ്യണം എന്നൊക്കെ. പക്ഷെ എനിക്ക് അങ്ങനെ വന്നിട്ട് കയറി കുറച്ച് ടൈം ആകുമ്പോഴേക്കും ഉണ്ണി നമ്മളോട് പൊരുത്തപ്പെട്ടു, എല്ലാം ക്ലിയറായിട്ട് കിട്ടി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം പോയിട്ട് യൂറിൻ പാസ് ചെയ്തിട്ട് അല്ലെങ്കിൽ വെള്ളം കുടിച്ചിട്ട് അല്ലെങ്കിൽ അരമണിക്കൂർ കഴിഞ്ഞിട്ട് വാന്നൊന്നും പറഞ്ഞില്ല കേട്ടോ. പിന്നെ എൻ്റെ ഏറ്റവും ടെൻഷനായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഉണ്ണിയുടെ വെയിറ്റ് ആയിരുന്നു. കാരണം ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞപ്പോൾ മുതൽ ഭയങ്കര വൊമിറ്റിങ്ങാണ്, ഭയങ്കര ക്ഷീണമായിരുന്നു. കുറേ സങ്കടങ്ങളും കുറേ സന്തോഷങ്ങളും നിറഞ്ഞിട്ടാണ് ഇപ്പോൾ ഞാൻ ഈ ഒരു 5ാം മാസത്തിൽ ഞാൻ നിൽക്കുന്നത്. അതിനിടയിൽ ഞാൻ എൻ്റെ എന്താ പറയുക, ബോഡിയോ അല്ലെങ്കിൽ എൻ്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനൊന്നും ഞാൻ അത്രയും കെയർ ചെയ്തിട്ടില്ല. കാരണം ഒരുപാട് സിറ്റുവേഷൻ നമ്മൾ അത് ഫേസ് ചെയ്തിട്ടാണ് വന്നേക്കുന്നത്, അതുകൊണ്ടായിരിക്കണം. അപ്പം അതുകൊണ്ട് ഉണ്ണിയുടെ വെയിറ്റ് എനിക്ക് ഏറ്റവും പേടിയായിട്ടുള്ളൊരു കാര്യമായിരുന്നു. അപ്പോൾ വെയിറ്റ് നോർമലാണ്, കുഴപ്പമില്ല. 5ാം മാസത്തിൽ കറണ്ട് പോയിട്ടാണ്. 5ാം മാസത്തിൽ ഉണ്ണിക്ക് വേണ്ട വെയിറ്റ് എന്ന് പറയുന്നത് 300 to 350 ഗ്രാമാണ്. 5ാം മാസം, അതായത് 22 വീക്ക് വരെ. ഞാനിപ്പോൾ കറക്റ്റ് 20 വീക്കിലാണ് ഞാൻ സ്കാൻ ചെയ്തത്. ഒരു ഡേയ്സ് കൂടുതൽ കുറവൊന്നുമില്ല, കറക്റ്റ് 20 ഡേയ്സിൽ സ്കാനിങ് റിപ്പോർട്ടിൽ കാണാൻ പറ്റും. കറക്റ്റ് 20 ഡേയ്സിലാണ് ഞാനത് സ്കാൻ ചെയ്തത്. അപ്പോൾ ഉണ്ണിയുടെ വെയിറ്റ് 310 ഗ്രാമാണ്. തല തിരിച്ച് കാണുന്നത് കൊണ്ടായിരിക്കട്ടെ, 310 ഗ്രാമാണ്. ഡോക്ടർ നോർമൽ വെയിറ്റ് ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് 22 വീക്കിലൊക്കെ
നമ്മൾ സ്കാൻ ചെയ്യുകയാണെങ്കിൽ 500 ഗ്രാമൊക്കെ ആയിട്ടുണ്ടാകും കുട്ടി. അപ്പോൾ ഉണ്ണിയുടെ വെയിറ്റ് കുഴപ്പമില്ല. അതെനിക്ക് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു. കാരണം ഞാനും ഭക്ഷണം കഴിച്ചിട്ടില്ല. ഇനിയിപ്പോൾ നമ്മൾ ഉണ്ണിയുടെ വെയിറ്റ് കുറവാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. ബബ്ലൂസിൻ്റെയും ആ ഒരു ടൈമിൽ പറയുമ്പോൾ സിസേറിയനായിരുന്നു. എനിക്ക് നോർമൽ ഡെലിവറി എന്ന് പറഞ്ഞ് എന്നെ ലാബ് റൂമിൽ കയറ്റി എല്ലാം ഫെസിലിറ്റി എല്ലാ കാര്യങ്ങളും എനിക്ക് തന്ന് പെട്ടെന്നാണ് അവർ സിസേറിയൻ ആക്കിയത്. എന്തുകൊണ്ടാണെന്നൊന്നും അറിയില്ല. ഉണ്ണിക്ക് അത്തരം വെയിറ്റ് ഉണ്ടായിരുന്നില്ല. നോർമൽ ഡെലിവറിക്ക് ആവശ്യമായിട്ടുള്ള വെയിറ്റേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അങ്ങനെ അതൊക്കെ കുറേ കാര്യങ്ങൾ ചിന്തിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. അപ്പോൾ ഉണ്ണിയുടെ വെയിറ്റ് ഓക്കെയാണ്, ഉണ്ണി ഓക്കെയാണ്. ബബ്ലൂസിൽ കാണിച്ചിട്ടുള്ള അതേ സിംറ്റംസ് തന്നെയാണ് എനിക്ക് ഈ ഒരു ബേബിയിലും ദൈവം കാണിച്ചേക്കണത്. എനിക്ക് ആൺകുട്ടിയാണെന്നാണ് തോന്നുന്നത്. ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ആരെങ്കിലും ഒരു കുഞ്ഞിനെ ദൈവം തന്നാൽ മതി, നമ്മളത് 2 കൈ നീട്ടി സ്വീകരിക്കും. അപ്പോൾ അങ്ങനെ കേട്ടോ. പിന്നെ എല്ലാം നോർമലാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഉണ്ണിയുടെ പിക്ചേഴ്സ് വന്നിട്ട് ഇതാണ് കേട്ടോ, ക്ലിയർ ആയിട്ടില്ല. പിന്നെ എനിക്ക് സത്യത്തിൽ നമ്മളിപ്പോൾ നോർമലായിട്ടുള്ളൊരു ഹോസ്പിറ്റലാണല്ലോ കാണിച്ചേക്കണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ ഫെസിലിറ്റി വലിയ ഹോസ്പിറ്റൽ കാണിക്കാൻ നമുക്ക് ഉണ്ണീനെ ഡയറക്റ്റ് കമ്പ്യൂട്ടറിൽ കാണിച്ചു തരും. പിന്നെ അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. നമ്മളിപ്പോൾ അതിലൊന്നും ചൂസ് ചെയ്യാത്ത നോർമലായിട്ടൊരു കോപ്പറേറ്റീവ് ഹോസ്പിറ്റലാണ് നമ്മൾ കാണിച്ചേക്കണത്. അപ്പോൾ നമ്മൾ സ്കാൻ ചെയ്യുമ്പോൾ കറണ്ട് വന്നു, ഭയങ്കര ചൂടാണ് കേട്ടോ. അപ്പോൾ സ്കാൻ ചെയ്യുമ്പോൾ ഞാനിങ്ങനെ എത്തിച്ച് കമ്പ്യൂട്ടറിൽ നോക്കുന്നുണ്ട്, നമുക്ക് കാണിച്ചു തരുന്നില്ല. ഇപ്പോൾ ഭയങ്കര ഒരു ഫീലായി. കാരണം നമ്മുടെ മുന്നിൽ നമ്മൾ കാണണ്ടേ. ഇതിപ്പോൾ കമ്പ്യൂട്ടറിലായാലും എവിടെയായാലും നമ്മളല്ല ആദ്യം കാണേണ്ടത്. എനിക്കെന്തോ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ കുറവായിരുന്നു ആ ഒരു ടൈമിൽ. പിന്നെ സ്കാനിങ് റിപ്പോർട്ടിലൊന്നും വേറെ പ്രോബ്ലംസ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ഒരു സന്തോഷം. നമ്മളിങ്ങനെ എത്തിച്ച് നോക്കുമ്പോൾ ജസ്റ്റ് ഒരു മിന്നായപ്പോൾ അവർക്കൊന്ന് കാണിച്ചു തരാം, നമ്മുടെ ബേബിയുടെ ഒരു പൊസിഷനൊക്കെ അവർക്ക് കാണിച്ചു തരാം. ഇനിയിപ്പോൾ അടുത്ത സ്കാനിങ്ങിനും എങ്ങനെയാണെന്നൊന്നും അറിയില്ല. ഞാൻ ഇതിൻ്റെ ഇടയിൽ രാജിയിൽ നല്ല ഫേമസ് ആയിട്ടുള്ള തൃശ്ശൂർ നല്ലൊരു ഹോസ്പിറ്റലാണ്. അതിൻ്റെ ഇടയിൽ ഞാനൊരു 3-ാം മാസമൊക്കെ ഇപ്പോൾ മാറ്റി അവിടെ ഞാൻ കാണിച്ചതാണ്. പിന്നെ വീണ്ടും കോപ്പറേറ്റീവിലേക്ക് തന്നെ വന്നതാണ്. സത്യത്തിൽ എനിക്ക് കോപ്പറേറ്റീവ് വിനീത മേഡത്തിൽ ഭയങ്കര സൂപ്പർ നല്ല പെരുമാറ്റമാണ് ആളുടെ. അപ്പോൾ ഞാൻ വീണ്ടും അവിടേക്ക് ഞാൻ ചെന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ വേറെ കഥയാണ്. അതൊക്കെ നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാനിടാം, വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ രാജിയിലൊക്കെ പോയപ്പോൾ അവിടുത്തെ സ്കാനിങ്ങിൽ ഇരിക്കണം മേഡമൊക്കെ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. നമുക്കൊന്നുകൂടി മോട്ടിവേറ്റഡ് കാര്യങ്ങൾ നമുക്ക് അവർ പറഞ്ഞു തരും കേട്ടോ. അതായത് ഉണ്ണിനെ കമ്പ്യൂട്ടറിൽ കാണിച്ചു തന്നിട്ടത് കാലായി കൈയായി എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ ആഗ്രഹിച്ചിട്ട് പോയിട്ട് പിന്നെ കമ്പ്യൂട്ടറിൽ നമ്മളിങ്ങനെ എത്തിച്ച് നോക്കുമ്പോൾ നമുക്കൊന്ന് കാണിച്ചു തരാനായിട്ട് ഭയങ്കര ഫീലായി. ഒരു കാര്യത്തിൽ മാത്രമേ എനിക്ക് ചെറിയൊരു വിഷമമുണ്ടായിരുന്നു. പിന്നൊന്നും കുഴപ്പമില്ല. പിന്നെ ഞാൻ വിചാരിച്ചു സ്കാനിങ് റിപ്പോർട്ടിലോ അല്ലെങ്കിൽ ഡോക്ടർ പറഞ്ഞോളൂ ഒക്കെ നോർമലാണ്, വേറെ പ്രോബ്ലംസോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഞാൻ അതിന് കൂടുതൽ വരെ ആവാനായിട്ട് നിന്നിട്ടില്ല. പിന്നെ ബബ്ലൂസിൻ്റെ സമയത്ത് എന്ന് പറയുമ്പോൾ ഒരു 5 വർഷം ഗ്യാപ്പ് ഉണ്ട്. ആ ഒരു ടൈമിൽ ഞാൻ ചെറുതാണ്, എനിക്ക് 19 വയസ്സ് കഴിഞ്ഞ് അത്രയും കൂടെ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. നമുക്കിതിനെക്കുറിച്ച് വലിയ ഐഡിയയും കാര്യങ്ങളൊന്നും ഇല്ല. അന്നെന്ന് പറയുമ്പോൾ നമുക്കിങ്ങനെ ഈ ഫോണിൽ നോക്കിയിട്ട് ഉണ്ടായിരിക്കും, പക്ഷെ ഞാൻ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല കേട്ടിട്ടില്ല. പക്ഷെ ഇപ്പം അങ്ങനെയല്ലല്ലോ, ഇപ്പോൾ നമുക്ക് എല്ലാ ഫെസിലിറ്റി ഉണ്ടല്ലോ. അപ്പോൾ ബബ്ലൂസിൻ്റെ സമയത്ത് ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല. കമ്പ്യൂട്ടറിൽ കാണണം, നോക്കണം, അല്ലെങ്കിൽ പൊസിഷൻ അറിയണം, അങ്ങനെ ഹാർട്ട് ബീറ്റിൻ്റെ കാര്യങ്ങളും എല്ലാം ഉണ്ട്. അതൊക്കെ ഞാൻ ആ ടൈമിൽ എനിക്കൊന്നും അറിയില്ല അതിനെ കുറിച്ചിട്ട്. പക്ഷെ ഇപ്പം അങ്ങനെയല്ലല്ലോ. ഇപ്പോൾ നമ്മൾ ഒരേ വർഷം ചെല്ലുന്നൊരു അറിവ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കല്ലേ. അപ്പോൾ ഈ സമയത്ത് പെട്ടെന്ന് അവരങ്ങനെയൊക്കെ ചെയ്തപ്പോഴേ നമ്മൾ കമ്പ്യൂട്ടറിൽ എത്തിച്ച് നോക്കാൻ പോയപ്പോൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ എത്തിച്ചു നോപ്പോൾ ആ ഒരു കമ്പ്യൂട്ടർ ഇങ്ങനെ തിരിച്ചു. എനിക്ക് ഭയങ്കര ഫീലായി. കാര്യമില്ല, വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. 20 weeks 0 daysലാണ് ഞാൻ സ്കാനിങ് ചെയ്തത്. ഇംപ്രഷനൊക്കെ അടിപൊളിയാണ്, വേറെ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ എൻ്റെ സ്കാനിങ് റിപ്പോർട്ട് ഇതൊക്കെയാണ്. പിന്നെ എനിക്കെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് കാര്യമാണെങ്കിലും ഒത്തിരി അറിവുള്ള ആൾക്കാരുടെ അടുത്ത് അല്ലെങ്കിൽ ഇതിന് മുമ്പ് എക്സ്പീരിയൻസ് ചെയ്ത ആൾക്കാരുടെ അടുത്ത് ഒന്ന് ചോദിച്ച് മനസ്സിലാക്കൽ കൂടുതലാണ്. അപ്പോൾ ഇതന്നെ ഞാൻ എനിക്ക് സ്കാനിങ് റിപ്പോർട്ട് തൊട്ട് മുൻപ് കഴിഞ്ഞിട്ടുള്ള ഡെലിവറി കഴിഞ്ഞിട്ടുള്ള എൻ്റെ ഫ്രണ്ട്സിനും എൻ്റെ കസിൻസിനൊക്കെ ഞാനത് ഷെയർ ചെയ്ത് കൊടുത്തപ്പോൾ അപ്പോഴെനിക്ക് ഒന്നും കൂടി ഡോക്ടർ പറയുന്നത് നമുക്ക് പൂർണ്ണ സമാധാനം വന്നാൽ കൂടിയും അവരിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കേൾക്കുമ്പോൾ ഒന്നും കൂടി, കാരണം അവർ തൊട്ട് മുൻപ് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളല്ലേ. അപ്പോൾ അവരൊക്കെ നോർമലാണെന്ന് പറഞ്ഞു. പിന്നെ അവർ ഈ ആൺകുട്ടിയും പെൺകുട്ടിയും പ്ലാസൻ്റ് വെച്ചിട്ട് അങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങൾ ചെക്ക് ചെയ്യില്ലേ, അതിനൊന്നും വലിയ കാര്യമില്ല. എന്നാൽ കൂടിയും അങ്ങനെയൊക്കെ പറയുമ്പോൾ ഒരു സന്തോഷം. അപ്പോൾ അങ്ങനെ ഫ്രണ്ട്സിനൊക്കെ ഞാൻ ഇങ്ങനെ ഷെയർ ചെയ്ത് കൊടുത്തപ്പോൾ അവരൊക്കെ നോക്കി നോർമലാണ്, കുഴപ്പമൊന്നുമില്ല, എല്ലാം സെറ്റാണ് എന്ന് പറഞ്ഞു. ഇനി എൻ്റെ അടുത്ത് ചെല്ലാൻ പറഞ്ഞിട്ടുള്ളത്
6-ാം മാസത്തിലാണ്. അതായത് 6-ാം മാസത്തിൽ ചെക്കപ്പിന് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. കുറച്ച് ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ എഴുതി തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി വേറെ കുറച്ച് പേര് ചോദിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയാണ് വെയിറ്റ് കുറഞ്ഞതെന്നാണ്. ഞാൻ മനഃപൂർവ്വം ആരെങ്കിലും ഈ പ്രഗ്നൻസി സമയത്ത് ആരെങ്കിലും വെയിറ്റ് മനഃപൂർവ്വം കുറയ്ക്കും? ഇല്ലല്ലോ, ആരും കുറയ്ക്കില്ല. ഞാൻ കുറയണതാണ്. കാരണം ഒന്നാമത്തത് നല്ല ഛർദി, ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല. ഇഷ്ട ഭക്ഷണമായിട്ടുള്ള എൻ്റെ ചിക്കൻ വരെ ഞാൻ നിരസിച്ചിരിക്കുന്ന ടൈമാണ്. അതുകൊണ്ടായിരിക്കും വണ്ണം ഞാൻ കുറഞ്ഞു വരുന്നത്. ഇപ്പം എനിക്കിത് ഡോക്ടർ പ്രോട്ടീൻ പൗഡറൊക്കെ തരുന്നുണ്ട്, പാലിൽ കലക്കി കുടിക്കാൻ പറഞ്ഞിട്ട്. കാരണം എനിക്കിതിൽ വലിയ അതിശയം തോന്നുന്നുണ്ട്. ബബ്ലൂസിൻ്റെ സമയത്തും ഇതുപോലൊക്കെ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ മോൻ വെയിറ്റും കുറവായിരുന്നു. എനിക്ക് ഇതെങ്കിലും ഒരു 3 kg അകത്ത് വരണമെന്നുണ്ട്. 3 kg 2.9 ഒക്കെ വരണമെന്നുണ്ട്. ബിക്കോസ് നമുക്ക് സിസേറിയനാണ് ഇപ്പോൾ എടുക്കും. എന്തായാലും കനത്തിലെടുത്തോട്ടെ എന്ന് വെച്ചിട്ട്. ബബ്ലൂര് പിന്നെ നമുക്ക് സിസേറിയനാണോ നോർമലാണോ എന്നൊന്നും നമുക്ക് അറിയില്ലല്ലോ. കാരണം പെട്ടെന്നാണ് നോർമലാന്ന് പറഞ്ഞിട്ട് പെട്ടെന്നാണ് അവർ സിസേറിയനാക്കിയത്. ബബ്ലൂവിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 2 കിലോന് 405 ഗ്രാം ഉണ്ടായിരുന്നുള്ളത്. പക്ഷെ അത് വേറെ കുഴപ്പം മഞ്ഞപ്പ് വരെ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായില്ല. 5 ദിവസം കഴിഞ്ഞ് സിസേറിയൻ ആകുമ്പോൾ ഹോസ്പിറ്റലിൽ നമ്മൾ 5 days കിടക്കണം. 5 days കഴിഞ്ഞാൽ ഞാൻ വീട്ടിലേക്ക് വന്നു. വേറെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഇപ്പോൾ വെയിറ്റിലുള്ള കാര്യം എനിക്കറിയാം, എന്നാലും നമുക്കൊരാഗ്രഹം സിസേറിയൻ. അപ്പോൾ നമ്മൾ കൈയോടുകൂടി നിർത്താനും പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡോക്ടറായിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് വെച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് എൻ്റെ 5-ാം മാസത്തിലെ എന്താ പറയുക കുറച്ച് കാര്യങ്ങളെന്ന് പറയണത്. ഇപ്പം എൻ്റെ കറൻറ്റ് വെയിറ്റ് 72 ആണ്. ഞാൻ 78 കിലോ വരെ ഞാൻ എത്തിയതാണ്. പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞപ്പോൾ മുതൽ കുറഞ്ഞ് 71 വരെ എത്തി. ഇപ്പം അത് ഞാൻ 72-ലെത്തി നിൽക്കണു. ഓക്കെ, ഇനിയിപ്പോൾ എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. ഇപ്പോൾ നമ്മുടെ ബോഡി അല്ലാണ്ട് അങ്ങോട്ട് വണ്ണം വയ്ക്കുമെന്നൊന്നും വെച്ചിട്ട് നമ്മളൊന്നും കഴിക്കാതിരിക്കലില്ല. ഉണ്ണി വെയിറ്റ് വേണമല്ലോ. നമ്മളെ കഴിക്കാൻ പറ്റുന്ന സമയത്തൊക്കെ നല്ല രീതിക്ക് ഞാൻ ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ എത്ര വെയിറ്റ് വെച്ചാൽ നമുക്ക് കുഴപ്പമില്ല. ഇനി ഡെലിവറി കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നുകൂടി നോക്കാമെന്ന് വെച്ചിട്ടിരിക്കണം. ഇതൊക്കെയാണ് എൻ്റെ അപ്ഡേഷൻസ്. ഓക്കെ, ഇനിയിപ്പോൾ വീഡിയോയ്ക്ക് ആയിട്ട് വരാം. പിന്നെ എന്തൊക്കെ തരം വീഡിയോസാണ് നിങ്ങൾക്ക് താല്പര്യം കാണാൻ തന്നെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഞാൻ ഡെയിലി അങ്ങനെ വീഡിയോസൊന്നും ഇടാത്തതുകൊണ്ട് റീച്ച് മീൻസ് വ്യൂസ് കുറവാണ്. സെറ്റാക്കണം. അപ്പം അത്രയേ ഉള്ളൂ കേട്ടോ. സെറ്റാണ്.